ഹായ് ഓൾ. അപ്പോൾ നമുക്ക് 17ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കട്ടോ. ആ 17ാമത്തെ ക്വസ്റ്റിനെ പ്രോബിലിറ്റി എന്ന് ചാപ്റ്റർ ക്വസ്റ്റൻ ആട്ടോ. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? എ ആൻഡ് ബി ആർ ടു ഇവന്റ്സ്. എയും ബിയും രണ്ട് ഇവന്റ്സ് ആണ് അല്ലെ. അവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ? 0.1 ആണ്. ഓക്കെ, പിന്നെന്താ? പി ഓഫ് എ ഗിവൺ ബി ആൻഡ് പി ഓഫ് ബി ഗിവൺ എ ആർ ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ 12x² - 7x + 1 = 0 അല്ലെ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ഏതാ? 12x² - 7x + 1 = 0 അല്ലെ. അതിന്റെ റൂട്ടുകളാണ് ആരൊക്കെ? പി ഓഫ് എ ഗിവൺ ബിയും പിന്നെ പി ഓഫ് ബി ഗിവൺ എയും. ഓക്കെ, സോ പി ഓഫ് എ ഗിവൺ ബിയും പി ഓഫ് ബി ഗിവൺ എയും എന്ന് പറഞ്ഞാൽ 12x² - 7x + 1 = 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ടാണ് അല്ലെ. അങ്ങനെയെങ്കിൽ ആ റൂട്ട് കിട്ടിയാൽ നമുക്ക് ആര് കിട്ടി? പി ഓഫ് എ ഗിവൺ ബിയും പി ഓഫ് ബി ഗിവൺ എയും കിട്ടിയാലോ. അത് കിട്ടിയാൽ പിന്നെ ഇതെന്താണോ വേണ്ടത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വേണമെങ്കിൽ എനിക്ക് ആദ്യം എന്ത് ചെയ്യാം? വെൻ ഡയഗ്രം വരച്ചാൽ എനിക്ക് ആരെയും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്? വെൻ ഡയഗ്രം വരക്കാം. ഓക്കെ, സോ വെൻ ഡയഗ്രം വരയ്ക്കണമെങ്കിൽ ആദ്യം ഞാനേ ഈ പി ഓഫ് എ ഗിവൺ ബിയും പി ഓഫ് ബി ഗിവൺ എ കണ്ടുപിടിക്കാൻ പോകട്ടോ. ഓക്കെ, അതെന്താ? ഈ കാണുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട് അല്ലേ. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ഇൻ ദ മിഡ് ടേം യൂസ് ചെയ്യാം, അല്ലെങ്കിലോ -b + or - √b² - 4ac/2a യൂസ് ചെയ്യാം. അപ്പൊ എന്താ? -b 7 + or - √b² 49 - 4ac 4 × 12 × 1 അല്ലേ 48/2a 2 × 12 എന്താ 24 അല്ലെ. അപ്പൊ എന്താ? 7 + or - ഇത് റൂട്ട് 1 അല്ലടാ, അത് 1 അല്ലേ /24 അല്ലെ. അപ്പൊ 7 + or - 1/24 എന്ന് പറഞ്ഞാലേ ഒന്ന് 7 + 1/24 അത് 8/24 അല്ലേ 1/3 അല്ലെ. മറ്റേ 7 - 1/24 അത്ര 6/24 അല്ലേ എത്രയാ 1/4 അല്ലെ. അതായത് ഒരു വാല്യൂ പി ഓഫ് എ ഗിവൺ ബി, ഇത് ശരിക്കും പറഞ്ഞാലേ പി ഓഫ് എ ഗിവൺ ബി ഇതോ ആവാം, പക്ഷെ രണ്ടാലും കണക്കാട്ടോ, രണ്ടാലും സൊല്യൂഷൻ മാറ്റം വരില്ല. സോ ഞാൻ പി ഓഫ് എ ഗിവൺ ബി എന്താക്കി എടുക്കുക? 1/3. അപ്പൊ പി ഓഫ് ബി ഗിവൺ എ എന്താ? 1/4 ആണ്. മറ്റേ റൂട്ട് 1/4 അല്ലേ അല്ലെ. അത് ഓക്കെ. ഇനി പി ഓഫ് എ ഗിവൺ ബി കാണുന്ന ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി അല്ലേ. അത് 1/3. അങ്ങനെയില്ലേ ഇത് ഇങ്ങോട്ട് പോയാൽ ഇത് ഇങ്ങോട്ട് പോയാൽ എന്തായി? വാട്ട് ഈസ് പി ഓഫ് ബി? പി ഓഫ് ബി ഈക്വൽ 3 × പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ അല്ലെ. സോ ദാറ്റ് ഈക്വൽ ടു 3 × പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.1 അല്ലേ. സോ 3 × 0.1 എന്തായി? 0.3. ആ പി ഓഫ് ബി എന്തായി? 0.3 ആണ് അല്ലെ. സോ പി ഓഫ് ബി ഈസ് 0.3. ഇനി ആരാ വേണ്ടത്? പി ഓഫ് ബി ഗിവൺ എ അല്ലെ. ആ പി ഓഫ് ബി ഗിവൺ എ കാണുന്ന ഇക്വേഷൻ എന്താ? പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡിവൈഡ് ബൈ പി ഓഫ് എ അല്ലേ, അത് 1/4. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങോട്ട് പോയാൽ പി ഓഫ് എ × 1 പി ഓഫ് എ അല്ലേ. സോ പി ഓഫ് എ ഈക്വൽ ടു 4 × ബി ഇന്റർസെക്ഷൻ എ, അത് എ ഇന്റർസെക്ഷൻ ബി തന്നെ അല്ലേ. 4 × പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.1 അല്ലേ. സോ 4 × 0.1 എന്താ? 0.4 അല്ലെ. ആവശ്യമുള്ള ആൾക്കാർ കിട്ടി. ഇനി എന്ത് ചെയ്യാ? വെൻ ഡയഗ്രം വരക്കാണ്. ആ വെൻ ഡയഗ്രം വരക്കുമ്പോൾ ഇതാ എ ആയി ബി ആയി. എടാ വെൻ ഡയഗ്രത്തിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഇന്റർസെക്ഷൻ പോർഷൻ അല്ലേ അല്ലെ. ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്താ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.1 ആണ് അല്ലെ. സോ ഈ വാല്യൂ എന്താണ്? 0.1 അല്ലെ. പി ഓഫ് എ എന്താ? പി ഓഫ് എ 0.4 ആ. അപ്പൊ എ എന്ന സർക്കിളിന്റെ ഉള്ളിൽ എന്ത് വേണം? 0.4 വേണം. ഓൾറെഡി 0.1 ഇല്ലേ, ബാക്കി ആരാ? 0.3. എന്നാലേ 0.1 + 0.3 0.4 ആവുള്ളൂ. ഓക്കെ, ഈ ബി എന്ന സർക്കിളിനുള്ളിൽ 0.3 ആവണ്ടേ. ആ ബി എന്ന സർക്കിളിന്റെ ഉള്ളിൽ 0.3 ആവണം. ഓൾറെഡി 0.1 ഉണ്ട്, അപ്പൊ പുറത്തെന്താ? 0.2. ഇനി പ്രോബിലിറ്റിയുടെ ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 അല്ലേ അല്ലെ. ഇപ്പൊ ടോട്ടൽ പ്രോബിലിറ്റി 0.3 + 0.1 0.4 അല്ലേ. 0.4 + 0.2 എന്താ? 0.6 അല്ലേ അല്ലെ. പ്രോബിലിറ്റി 1 ആണ്, ബാക്കി എന്താണ്? 0.4 ആവണ്ടേ. ആ പുറത്താരാ? 0.4 അല്ലെ. ഇനി നമുക്ക് കാണേണ്ടത് ആരെയാ? നമുക്ക് കാണേണ്ടത് ഇതാ പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഡിവൈഡ് ബൈ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേ അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്താലേ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്താ? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് അല്ലേ അല്ലെ. ദെൻ വാട്ട് ഈസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്? പി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താ? പി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് അല്ലേ അല്ലെ. നമുക്കറിയാം വാട്ട് ഈസ് പി ഓഫ് എ കോംപ്ലിമെന്റ് 1 - പി ഓഫ് എ അല്ലേ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഓക്കെ നമ്മൾ നോക്കാം. വാട്ട് ഈസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്? 1 - പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലെ. വാട്ട് ഈസ് പി ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്? 1 - പി ഓഫ് എ യൂണിയൻ ബി അല്ലേ.
അല്ലേ? നമുക്ക് വേണ്ട ആൾക്കാർ അപ്ലൈ ഇടാം. സോ 1 മൈനസ് വാട്ട് ഇസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി? എ ഇന്റർസെക്ഷൻ ബി 0.1 അല്ലേ? ഓക്കെ. വാട്ട് ഇസ് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി? എന്താ അവിടെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലേ ഈ ടോട്ടൽ എ യൂണിയൻ ബി എത്രയാ? 0.3 പ്ലസ് 0.1 പ്ലസ് 0.2 അല്ലേ? എത്രയാ? 0.6 അല്ലേ? അല്ലേ? അപ്പം എന്താ 1 മൈനസ് 0.1 0.9, 1 മൈനസ് 0.6 0.4. 0.9 ബൈ 0.4 എന്ന് പറഞ്ഞാൽ 9/4 അല്ലേ? സോ ആൻസർ ഈസ് 9/4. ഓപ്ഷൻ 3 ആണ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി മീൻസ് നമുക്ക് കൺസെപ്റ്റുകൾ അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ക്ലിയർ ആയി.